ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വളരെ വ്യത്യസ്തമാർന്നൊരു വീഡിയോയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസും എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്നറിയാം. ചെടികളെ സ്നേഹിക്കുന്ന, പൂക്കളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. അപ്പോൾ അത്തരക്കാർക്കെല്ലാം നമ്മുടെ വീഡിയോസ് ഏറെക്കുറെ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സസ്യങ്ങൾക്കുള്ള എപ്സം സാൾട്ടും അതിൻ്റെ പ്രയോജനങ്ങളും ഉപയോഗങ്ങളുമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായിട്ട് വന്നിട്ടുള്ളത്. ശരിയായ മണ്ണ്, അനുയോജ്യമായ ചട്ടി, മതിയായ സൂര്യപ്രകാശം, ഒപ്റ്റിക്കൽ താപനില, ഗുണനിലവാരമുള്ള വെള്ളം, വളം, കീടനിയന്ത്രണം എന്നിങ്ങനെ ആരോഗ്യകരമായ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാം നൽകിയിട്ടും നമ്മുടെ ചെടികളൊന്നും പ്രതീക്ഷിച്ചതുപോലെ തഴച്ചു വളരുകയും നല്ല രീതിയിൽ പൂക്കൾ തരാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ എപ്സം സാൾട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളാണ് എപ്സം സാൾട്ട് അതിൻ്റെ മാന്ത്രികത നമുക്ക് കാണിച്ചു തരുന്നത്. എപ്സം സാൾട്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെടികളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ശരിയായ പോഷകങ്ങൾ നൽകുന്നതിനും പൂർണ്ണമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. മഗ്നീഷ്യം, സൾഫർ എന്നിവയാൽ സമ്പന്നമാണ് നമ്മുടെ എപ്സം സാൾട്ട് കേട്ടോ. മഗ്നീഷ്യം സൾഫേറ്റ് ക്ലോറോഫില്ലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെടികളെ പച്ചയായിട്ട് നിലനിർത്തുകയും ചെയ്യുന്നു. ഒരു തരത്തിൽ പറയുമ്പോൾ നമ്മുടെ എപ്സം സാൾട്ട് എന്ന് പറയുന്നത് ഉപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളുടെ കാര്യത്തിൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇത് ചെടികളെ ദോഷമായിട്ടാണ് ബാധിക്കുന്നത്, പ്രതികൂല ഫലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ശാസ്ത്രീയമായി മഗ്നീഷ്യം സൾഫേറ്റ് എന്നറിയപ്പെടുന്ന എപ്സം സാൾട്ട് സസ്യങ്ങൾക്ക് പ്രയോജനകരമായ സപ്ലിമെൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. സാധാരണയായി സസ്യങ്ങൾക്ക് അവയുടെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ 17 പോഷകങ്ങൾ ആവശ്യമാണ്. അവയിൽ ചിലത് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സിങ്ക്, സൾഫർ മുതലായവയാണ്. ചെടികൾക്ക് മഗ്നീഷ്യം ഇല്ലെങ്കിൽ അവയുടെ ക്ലോറോഫില്ല് അളവ് പ്രതികൂലമായിട്ട് ബാധിക്കും. ഇത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും ചെടികളുടെ വളർച്ചയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. കൂടാതെ സസ്യങ്ങൾ ക്ലോറോഫിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ ഇലകളുടെ സ്വാഭാവിക പച്ചനിറത്തെ ബാധിക്കും. നമ്മുടെ ശരീരത്തിന് പ്രോട്ടീനുകളും കൊഴുപ്പുകളും ആവശ്യമുള്ളതുപോലെ സസ്യങ്ങൾക്കും ഒപ്റ്റിമൽ വളർച്ചയ്ക്ക് കൊഴുപ്പും പ്രോട്ടീനും വളരെ അത്യാവശ്യമാണ്. മഗ്നീഷ്യത്തിൻ്റെ അഭാവം സസ്യങ്ങളിൽ പ്രോട്ടീനുകളുടെയും കൊഴുപ്പിൻ്റെയും രൂപീകരണം തടയുന്നു. ഇലകളുടെ പച്ച നിറം നിലനിർത്താൻ സൾഫർ അത്യാവശ്യമാണ്. ചെടികളിൽ സൾഫറിൻ്റെ അഭാവമാണ് ഇലകൾ മഞ്ഞ നിറമാകാനും കോശവിഭജനം നിർത്താനും കാരണമായിട്ട് വരുന്നത്. അതിനാൽ ചെടികളിൽ പുതിയ വളർച്ചയൊന്നും ഉണ്ടായി വരില്ല. ചെടികളിൽ പുതിയ ഇലകളോ ശാഖകളോ പൂക്കളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാൽ എപ്സം സാൾട്ട് മഗ്നീഷ്യവും സൾഫറും നിറഞ്ഞതാണ്. അതിനാൽ ശരിയായ രീതിയിൽ എപ്സം സാൾട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചെടിയുടെ വളർച്ച വർദ്ധിപ്പിക്കുകയും ഇലകളുടെ പച്ച നിറം നിലനിർത്തുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ എപ്സം സാൾട്ടിനെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. നമ്മുടെ ചെടികൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും അത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചെടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം സംഗതികൾ നമ്മുടെ ചെടിയിൽ ഉണ്ടായിരിക്കും, എന്തെല്ലാം പോസിറ്റീവ് വശങ്ങൾ വരും, എന്തെല്ലാം നെഗറ്റീവ് വശങ്ങൾ വരും എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എപ്സം സാൾട്ട് ആവർത്തിച്ച് നൽകുമ്പോൾ അത് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ സാന്ദ്രത വർദ്ധിപ്പിക്കുകയും മറ്റ് പോഷകങ്ങളുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുകയും ചെയ്യും. ഇത് ചെടികളുടെ അവസ്ഥയെ കൂടുതലായിട്ട് വഷളാക്കും കേട്ടോ. കൂടാതെ നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ എപ്സം സാൾട്ട് ഉപയോഗിക്കാവൂ. നമ്മുടെ ചെടികൾ മങ്ങിയതായിട്ട് കാണപ്പെടുകയും അതിൻ്റെ വളർച്ച പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്താൽ ആദ്യം ചെടിക്ക് വളങ്ങൾ നൽകുകയും കീടങ്ങളുടെ ആക്രമണം പരിശോധിക്കുകയും വേണം. ചെടിക്ക് എല്ലാം ശരിയാണെങ്കിൽ, അതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു പേടിയും കൂടാതെ എപ്സം സാൾട്ട് ഉപയോഗിക്കാം. ഇനി നമുക്ക് എങ്ങനെയെല്ലാമാണ് എപ്സം സാൾട്ട് ചെടികൾക്ക് കൊടുക്കുക എന്നാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ചെടികളുടെ മണ്ണിളക്കിയിട്ട് ചെടിയുടെ കടയിൽ നിന്നും
നീക്കി മണ്ണിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എപ്സം സാൾട്ട്. എന്നിട്ട് നമ്മൾ ആ മണ്ണും എപ്സം സാൾട്ടും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുകയും വേണം. എപ്സം സാൾട്ട് മണ്ണിൽ നേരിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ 1-2 ദിവസം നല്ല രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കണം. കൂടാതെ 1 ടേബിൾ സ്പൂൺ എപ്സം സാൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ചെടുക്കുക. ഇനി ഈ ലായനി ചെടിയുടെ ഇലകളിൽ തളിക്കുക. ഈ പ്രക്രിയയിൽ ഇലകളുടെ സുഷിരങ്ങളിലൂടെ എപ്സം സാൾട്ട് ചെടികളിൽ എല്ലാ ഭാഗത്തായിട്ട് എത്തിപ്പെടും. ഈ 2 രീതികളിലും ഒന്നാമത്തെ രീതി താരതമ്യേന കൂടുതൽ ഫലപ്രദമാണ് കേട്ടോ. കാരണം വേരുകൾ പെട്ടെന്ന് ആഗിരണം ചെയ്യുമ്പോൾ അത് ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും തുല്യമായ രീതിയിൽ വിതരണം ചെയ്യപ്പെടും. അതിലുപരി നമ്മൾ ഇതുപോലെ പുതിയ പുതിയ തൈകളോ കമ്പുകളൊക്കെ കുത്തി പുതിയ ചെടി പിടിച്ചു വരുന്ന ആ ഒരു സമയങ്ങളിലും ചെറിയ രീതിയിൽ നമുക്കൊന്ന് എപ്സം സാൾട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയുടെ വളർച്ച ദ്രുതഗതിയിൽ തന്നെ വർദ്ധിച്ചു വരും. പൂക്കളുള്ള ചെടിയെന്നോ പൂക്കളില്ലാത്ത ചെടിയെന്നോ അല്ല ഇനി ഫലവൃക്ഷങ്ങൾക്ക് എന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ എപ്സം സാൾട്ട് എല്ലാ തരം ചെടികൾക്കും ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാത്തിലും അധികമായ ദോഷമാണ്. എപ്സം സാൾട്ട് ഒരു വളമല്ല. അതിനാൽ ചെടികളിൽ ഇത് ആവർത്തിച്ച് ഉപയോഗിക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ എപ്സം സാൾട്ടിനെ കുറിച്ചുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു. മറ്റു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.